എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ഞാൻ നമ്മുടെ പഴയ ഒരു മുളക് ചമ്മന്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ പുതിയ പുതിയ കറികളൊക്കെ ഒരു 100 ജന്മം കൂടെ ജനിക്കണം. ഈ മുളക് ചമ്മന്തിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വറ്റൽമുളകും ചുവന്നുള്ളിയും ചേർത്തുള്ള ഒരു അസാധാരണ ടേസ്റ്റുള്ള മുളക് ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ കൂടി പരിചയപ്പെടുത്തുന്നത്. ചാനലിൽ ഓൾറെഡി ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട്, കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആ നല്ല മുളക് ചമ്മന്തി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച്, പണ്ടൊക്കെ ഇത് ചുട്ടായിരുന്നു ചെയ്യുന്നത്, ഇപ്പം ഞാനൊന്ന് ചൂടാക്കി ഒന്ന് വറക്കാൻ പോവാണ്. വറ്റൽമുളകാണ് നല്ലത്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്, വറ്റൽമുളകും ചുവന്നുള്ളിയും. നമ്മളിതിൻ്റെ തണ്ട് അത് ചമ്മന്തി അരയ്ക്കാൻ നേരം അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇതിന് തണ്ട് പക്ഷെ വറക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് വറക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അരിയെല്ലാം പുറത്ത് വന്ന് കരിഞ്ഞു പോകും. ഇതൊന്ന് നല്ലപോലെ ചുടുന്ന ഒരു ഇഫക്റ്റ് വരും ഇങ്ങനെ എണ്ണയില്ലാതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, അതിന് അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ എരിയും ഉപ്പും ഒക്കെ അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ്, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസും ഡിഫറെൻറ്റ് ക്യൂസീൻസ് റെസിപ്പീസും ഉണ്ട്, ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്, എങ്കിലേ ചാനലിന് റീച്ച് കിട്ടത്തുള്ളൂ. ഇങ്ങനെ അവിടെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് കരിയാൻ തുടങ്ങുമ്പോൾ, അത് കരിയരുത്, ഉടനെ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കതങ്ങ് മാറ്റിയെടുക്കാം. ഇനി വീണ്ടും ഒന്ന് തീ കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് വഴറ്റുകല്ല, ശരിക്കും വാട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങുമല്ലോ ഈ വെണ്ണയ്ക്കകത്ത് കിടക്കുമ്പോൾ, അത്രയും മതി. പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ആ തൊലിയൊക്കെ ഒന്ന് വാട്ടി വരുമല്ലോ, അത്രയും മതി. ഇപ്പം തന്നെ ഞാൻ തീ ഓഫ് ചെയ്യും. പുളിയും കൂടെ, വാളം പുളിയാണ് അതൊരു ശകലമേ ഇട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് നമുക്ക് സമ്മന്തി അരയ്ക്കണം. സംബന്ധിയാണ് ശരിക്കും, കാരണം പല കൂട്ടങ്ങളെല്ലാം കൂടെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ സംബന്ധിയാണ് കറക്റ്റായിട്ടുള്ള വാക്കുകൾ. പിന്നെ അതൊക്കെ നമ്മളങ്ങ് ഫാഷനീകരിച്ചും ഒക്കെ ഇപ്പോൾ ചമ്മന്തി ചട്നി എന്നൊക്കെ നമ്മളങ്ങ് പറയുകയാണ്. ശരിക്കും ഇത് സംബന്ധി. ഇതൊക്കെ പഴയ തലമുറയുടെ അതീവ രുചികരമായിട്ടുള്ള രുചിക്കൂട്ടുകളാണ്. കപ്പയ്ക്കും അതുപോലെ കപ്പ പുഴുങ്ങിയത്, അതുപോലെ തന്നെ ചേമ്പ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്, ഇതിൻ്റെ കൂടെയൊക്കെ ഒരു അസാധ്യ കോമ്പിനേഷനാണ് ഈ മുളക് ചമ്മന്തി. എണ്ണയോടുകൂടെ തന്നെ നമുക്കിത് മിക്സിക്കകത്തേക്ക് ഇടാം. കാര്യം വെളിച്ചെണ്ണ വേണമല്ലോ, ഇനിയും വേണം വെളിച്ചെണ്ണ. അതിനോടൊപ്പം നമ്മൾ ആ വറുത്ത് വെച്ച വറ്റൽമുളക് ഉണ്ടോ, കിലുകിലാന്നാണ് ഇരിക്കുന്നത്. പിന്നീട് ഒരല്പം ഉപ്പ്, അപ്പോൾ ഉപ്പും കൂടി ഇട്ടു. ഇനി ഇത് നമുക്കൊന്ന് കറക്കി എടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരയ്ക്കണ്ട, ഒരുവിധം നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുത്താൽ മാത്രം മതി. ശരിക്കും ഇതിൻ്റെ മണവും ഇതിൻ്റെ ടേസ്റ്റും അസാധ്യമാണ് കേട്ടോ. ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം ഇതിനകത്ത് കറിവേപ്പില ഒന്നും ചേർക്കണ്ട. ഇത് നമുക്കിനി ഒരു പാത്രത്തിനകത്തോട്ട് അങ്ങ് എടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ബാക്കി ഒഴിക്കാം. അപ്പോൾ ഉപ്പും പുളിയും എരിയും എല്ലാം ഓൾറെഡി ഉണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട് അത് വേറൊരു ടേസ്റ്റ് ആകും. ഇത് നമ്മുടെ പഴയ കാലത്തെ ഒറിജിനൽ ചമ്മന്തിയാണിത്. അതിലേക്ക് നമുക്കിനിയും വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്താൽ മതി. അടിപൊളി ചമ്മന്തി റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, നിങ്ങളുടെ കമൻസും പോസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ സഹായം കൊണ്ട് ചാനൽ ഒരുപാട് പേരിലേക്ക് റീച്ച് ആവത്തുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.